A very good evening to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ EATF ആണ് പഠിച്ചിട്ടിരുന്നത് and we discussed till the various diagnostic measures. Today let's see about the management of tracheoesophageal fistula and esophageal atresia. Since this is a surgical condition, it is always treated as a surgical emergency. എന്തുകൊണ്ടാണ് സർജിക്കൽ എമർജൻസി ആയിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർ ക്യാൻ ബി മെനി കോംപ്ലിക്കേഷൻസ് ലൈക്ക് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ്. ആസ്പിറേഷൻ മൂലം റെസ്പിറേറ്ററി കോംപ്ലിക്കേഷന് സാധ്യത കൂടുതലായതുകൊണ്ട് ദിസ് കണ്ടീഷൻ ഇസ് ടു ബി കറക്റ്റഡ് ദെൻ ആൻഡ് ദെയർ വൺസ് ഇറ്റ് ഇസ് ഡയഗ്നോസ്ഡ്. The various treatment modalities include maintenance of a patent airway, prevention of pneumonia, gastric or esophageal pouch decompression, and surgical repair. So these are the various goals of treatment modalities that is to be done. We'll discuss one by one. ഇതിൽ മൂന്നാമത്തെ കാര്യം മാത്രം, why is gastric or esophageal pouch decompression done in a tracheoesophageal fistula എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, whenever the gas or the gastric or the abdomen is enlarged or whenever the esophageal pouch is enlarged, രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. One is it may compress the respiratory system so that the lungs cannot expand much and there can be respiratory compromise. സോ ഇതിങ്ങനെ വയറിങ്ങനെ വീർത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൗച്ച് ഇങ്ങനെ വീർത്തിരിക്കുമ്പോൾ ലങ്സിന് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ഹെൻസ് ദർ ക്യാൻ ബി റെസ്പിറേറ്ററി കോംപ്രമൈസ്. രണ്ടാമത്തെ കാര്യം, whenever the stomach is very full or whenever the pouch is enlarged, the chances for aspiration into the respiratory tract through the fistula is also higher. So that is why we have to do gastric or esophageal pouch decompression. So the first thing is, whenever the stomach or the abdomen is enlarged or the esophageal pouch is enlarged, it may compromise the respiratory function. The second thing is, there are high chances of aspiration and that is why there should be prompt gastric or esophageal pouch decompression. And the main thing that is to be noted is, whenever a child is diagnosed with a TEF or an esophageal atresia, the child should be immediately transported to a tertiary care center. സോ ഇപ്പോൾ ആൻറ്റിനേറ്റലി ഡയഗ്നോസ് ആവുകയാണ്, ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാൻ പോവുകയാണ് എന്ന്, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ് EATF ആണ് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടീനെ ടേർഷ്യറി പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റെഫർ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞാശുപത്രികളിൽ ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് കുറവായിരിക്കും ആൻഡ് വി നീഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഇവിടെ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടി വരും, പീഡിയാട്രിക് എക്സ്പേർട്ട് ആയിട്ടുള്ള സർജൻ വേണ്ടി വരും. സോ ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ ചൈൽഡ് ടു എ മേജർ പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലൈക്ക് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ തൃശ്ശൂർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് മെയിൻലി നോർത്തിലൊക്കെ ആണെങ്കിൽ the child is transferred to Delhi AIIMS. എയിംസിലേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുവരിക and we get a number of cases in our pediatric ICU. Coming to the initial management, ഇങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. NPO ആയിട്ട് കുട്ടീനെ കീപ്പ് ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഓഫ് ദ ഓറൽ ഇൻടേക്ക്. സോ ദ ചൈൽഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ NPO or NIL/PER orally. IV fluid should be started. Side lying position should be given. എന്തുകൊണ്ടാണ് ഈ സൈഡ് ലൈങ് പൊസിഷൻ കൊടുക്കുക? വായിക്കൂടെ വരുന്ന ആ ഒരു ഫ്രോത്തിങ് അല്ലെങ്കിൽ റൂളിങ് ഓഫ് സലൈവ ഒക്കെ വെളിയിലേക്ക് പോകാനായിട്ടും ആസ്പിറേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ടുമാണ് ഈ ഒരു സൈഡ് ലൈങ് പൊസിഷൻ കൊടുക്കുക. So side lying position is to be given and that is done in order to prevent aspiration. We should perform frequent or continuous oral suction.
എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എഗെയിൻ വായിൽ കൂടെ വരുന്ന ഫ്രോത്തും സലൈവയും ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ആസ്പിറേഷനുള്ള ചാൻസസ് കുറയ്ക്കാനാണ് ഈ ഒരു ഫ്രീക്വൻറ്റ് ഓർ കണ്ടിന്യൂസ് ഓറൽ സക്ഷൻ കൊടുക്കുക. കണ്ടിന്യൂസ് ഓറൽ സക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സക്ഷൻ കത്തീറ്റർ സക്ഷൻ അപ്പാരറ്റസിൽ കണക്ട് ചെയ്ത് അത് ഓൺ ചെയ്ത ശേഷം ഒരു ലോ പ്രഷറിൽ, നമ്മൾ നോർമലി സക്ഷൻ ചെയ്യുന്ന പ്രഷറൊന്നും കൊടുക്കില്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കുട്ടിയുടെ വായിൽ കണ്ടിന്യൂസ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അതിങ്ങനെ കുട്ടിയുടെ വായിൽ ടേപ്പ്, ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ടേപ്പ് ഒട്ടിച്ച് ഈ ഒരു ട്യൂബ് കണ്ടിന്യൂസ് വായിൽ വെച്ചിട്ടായിരിക്കും ഇരിക്കുക. ദിസ് ഇസ് നോൺ ആസ് കണ്ടിന്യൂസ് ഓറൽ സക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സക്ഷൻ പ്രഷർ മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. അതർവൈസ് ദർ ക്യാൻ ബി മ്യൂക്കോസൽ ഇഞ്ചുറി. ദെൻ broad spectrum antibiotics are to be started prophylactically in order to avoid infections. So ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, the child should be placed on NPO, the child should be started with IV fluids, side lying position is to be given to the child in order to prevent aspiration, there should be frequent suctioning or mostly the child is placed on a continuous oral suction. Continuous oral suction ഒപ്പം ബ്രാക്കറ്റിൽ എഴുതുക with low suction pressure and broad spectrum antibiotic therapy. ഈ കണ്ടിന്യൂസ് ഓറൽ സക്ഷൻ മനസ്സിലായി എന്ന് തോന്നുന്നു. സക്ഷൻ കത്തീറ്റർ, കുട്ടികളിൽ യൂസ് ചെയ്യുന്ന സക്ഷൻ കത്തീറ്റർ സക്ഷൻ അപ്പാരറ്റസിൽ പിടിപ്പിച്ച ശേഷം അത് ഓൺ ചെയ്തിട്ട് ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രഷർ കൊടുത്ത ശേഷം കുട്ടിയുടെ വായിൽ അത് കണ്ടിന്യൂസ്ലി പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ദി സലൈവ ക്യാൻ ബി അബ്സോർബ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി സക്ഷൻഡ് ഔട്ട്. ഇത് കുട്ടിയുടെ വായിൽ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ 2 ട്യൂബിങ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. സോ ദിസ് ഇസ് എ സക്ഷൻ ട്യൂബ് ദാറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ചൈൽഡ്സ് മൗത്ത്. The next thing is the child should be maintained with thermoregulation. So ഈ കുട്ടികളിൽ ജനിച്ച പാടെ കുട്ടികൾക്ക് നമുക്കറിയാം there are high chances of getting hypothermia. Hypothermia ഉണ്ടാവുമ്പോൾ again the chances of infection are very high. So in order to avoid this, the child should be placed in an incubator or a radiant warmer. So കുട്ടീനെ ഈ ഒരു തെർമോറെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻക്യുബേറ്ററിൽ അല്ലെങ്കിൽ റേഡിയൻറ്റ് വാർമറിൽ കിടത്തണം. Oxygen therapy is to be started with high humidity in order to relieve the respiratory distress as well as liquefy the secretions. So ഈ കുട്ടികൾക്ക് ഓക്സിജൻ തെറാപ്പി മസ്റ്റ് ആണ്. ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ ആണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുന്നതിന് കാരണം റെസ്പിറേറ്ററി കോംപ്രമൈസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ് ഒഴിവാക്കാനും അതുപോലെ തന്നെ റെസ്പിറേറ്ററി സെക്രീഷൻസിനെ ഒന്ന് തിന്നാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്യൂമിഡിഫൈഡ് ഓക്സിജൻ തെറാപ്പി കൊടുക്കുന്നത്. The next is proximal pouch is kept empty by constant or intermittent suction drainage through an indwelling catheter reaching to the end of the pouch, and this is known as gastric decompression. So നമ്മൾ അവിടെ പറഞ്ഞിരുന്നില്ലേ കണ്ടിന്യൂസ് ഓറൽ സക്ഷൻ ഇസ് ടു ബി ഗിവൻ. ഇതാണ് ഈ പറയുന്ന കാര്യം. നമ്മളുടെ പ്രോക്സിമൽ പൗച്ച് ഉള്ള കുട്ടികളാണ് എങ്കിൽ ആ പ്രോക്സിമൽ പൗച്ചിൽ സലൈവ അതുപോലെ തന്നെ വായിൽ നിന്ന് പോകുന്ന എല്ലാ കണ്ടൻസും അതിൻ്റെ അകത്ത് ചെന്ന് അടിഞ്ഞ് കളക്റ്റഡ് ആയിട്ടിരിക്കും. സോ അതിങ്ങനെ വീർത്ത് കെട്ടിയിട്ടായിരിക്കും ഇരിക്കുക. സോ വി ഷുഡ് പെർഫോം ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. ഇതിനെ ഡീകംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുക ഈ സക്ഷൻ കത്തീറ്റർ ഒരു ലോ പ്രഷറിൽ ഓൺ ചെയ്ത ശേഷം നമ്മളുടെ ഗ്യാസ്ട്രിക് പൗച്ചിലേക്ക് അല്ലെങ്കിൽ പ്രോക്സിമൽ പൗച്ചിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കും. സോ ദിസ് ഇസ് നോൺ ആസ് ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. The proximal pouch is to be kept empty by constant or intermittent suction drainage through an indwelling catheter reaching to the end of the pouch. ഈ ഒരു സെൻറ്റൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇവിടെ സക്ഷൻ കത്തീറ്റർ സക്ഷൻ അപ്പാരറ്റസിൽ ഘടിപ്പിച്ച ശേഷം അത് ഓണാക്കി കുട്ടിയുടെ പൗച്ചിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യും. സോ ദാറ്റ് ദ സക്ഷൻ ക്യാൻ ബി പെർഫോംഡ് കണ്ടിന്യൂസ്ലി and the secretions can be drained out. ഈ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് പൗച്ച് ഡീകംപ്രഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. The next is, in order to maintain the patency of the catheter, daily change the catheter or irrigation with 1 ml NS. So നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്യുന്ന സക്ഷൻ കത്തീറ്റർ പേറ്റൻ്റ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് ആ കത്തീറ്റർ ഡെയിലി